വയനാട് മുള്ളൻകൊല്ലിയിൽ പാർട്ടി പരിപാടിക്കിടെ കോൺഗ്രസ് പ്രവർത്തകർ തമ്മിലുണ്ടായ കയ്യാങ്കളിയിൽ നടപടി. മുള്ളൻകൊല്ലി മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി മരവിപ്പിച്ചു. 4 പേരെ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് സസ്പെൻഡ് ചെയ്തു. സംഭവത്തിൽ ഇവരുടെ പങ്കാളിത്തം പ്രഥമ ദൃഷ്ട്യാ ബോധ്യപ്പെട്ടതിനാലാണ് അച്ചടക്ക നടപടിയെന്നാണ് വിശദീകരണം. വിവരങ്ങളുമായി ആഷിഖ് റഹ്മാൻ ചേരുന്നു. ആഷിഖ്, ഈ മുള്ളൻകൊല്ലിയിൽ കോൺഗ്രസിൽ എന്താണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? ലക്ഷ്മിത്മ, കഴിഞ്ഞ ശനിയാഴ്ചയായിരുന്നു DCC പ്രസിഡന്റും പ്രാദേശിക നേതാക്കളും അവിടെ നടന്ന ഒരു മണ്ഡലം കമ്മിറ്റി വികസന യോഗത്തിനിടെ കയ്യാങ്കളിയും വാക്കേറ്റുമെല്ലാം നടത്തിയത്. ഇത് കോൺഗ്രസിന് വലിയ നാണക്കേടാവുകയും KPC അടക്കത്തിൽ DCCയുടെ വിശദീകരണം അടക്കം തേടിയിരുന്നു. അതിന് പിന്നാലെ കഴിഞ്ഞ ദിവസം ജില്ലയിലെത്തിയ KPC പ്രസിഡന്റും ഈ ഒരു മുന്നറിയിപ്പ് നൽകിയിരുന്നു. ഇത്തരത്തിൽ ഇനി അത് ആവർത്തിച്ചാൽ ഒരു അച്ചടക്ക നടപടിയിലേക്ക് അല്ലെങ്കിൽ നടപടി തന്നെ ഉണ്ടാകുമെന്നൊരു കാര്യം സൂചിപ്പിച്ചിരുന്നു. അതിന് പിന്നാലെയാണ് ഈ ഒരു മണ്ഡലം കമ്മിറ്റി തന്നെ മരവിപ്പിക്കുന്ന ഒരു തീരുമാനത്തിലേക്ക് പോയിട്ടുള്ളത്. ഈ മണ്ഡലം കമ്മിറ്റി മരവിപ്പിച്ച ശേഷം DC ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള K. രാജേഷിനാണ് നിലവിൽ ഈ മണ്ഡലം കമ്മിറ്റിയുടെ ചുമതല നൽകിയിട്ടുള്ളത്. 4 പേരെ, അതായത് പ്രസിഡന്റുമായി കയ്യാങ്കളിയിൽ ഏർപ്പെട്ട് കുറ്റക്കാരെന്ന് KPC കണ്ടെത്തിയ 4 പേരെ സാജൻ കടുപ്പിൽ, തോമസ് പാഴുക്കാല, ജോർജ് ഇടപ്പാറ, സുനിൽ പാലമറ്റം, ഈ 4 പേരെ കോൺഗ്രസിന്റെ പ്രാഥമിക സസ്പെൻഡ് ചെയ്യാനും തീരുമാനമായിട്ടുണ്ട്. നേരത്തെ തന്നെ ഈ മണ്ഡലം കമ്മിറ്റിയുമായി ബന്ധപ്പെട്ടാണ് ഈ പ്രധാനമായും കോൺഗ്രസിൽ തർക്കം നിലനിന്നിരുന്നത്. അതിൽ ഒരു തീരുമാനമായി എന്നുള്ളത് എതിർ വിഭാഗത്തിനും ആശ്വാസമാണ്. ലക്ഷ്മിത്മ. ആഷിഖ് റഹ്മാൻ, വയനാട്ടിൽ നിന്നും.